മാഹി ചാലക്കരയിലെ ഉസ്മാൻ ഗവൺമെന്റ് ഹൈസ്കൂൾ PMCയുടെ ഭാഗമായതിനു ശേഷം നമുക്ക് പ്രധാന കവാടത്തിൽ തന്നെ കാണാം PMCയുടെ ചിഹ്നവും ഒപ്പം PMC ഉസ്മാൻ ഗവൺമെന്റ് ഹൈസ്കൂൾ എന്ന് ബോർഡ് തന്നെ മാറിയിട്ടുണ്ട്. ഇതാണ് പുറംകാഴ്ച. സ്കൂളിനകത്ത് എന്തൊക്കെ മാറ്റങ്ങളാണ് PMC വഴി ഉണ്ടായത്? നമുക്ക് പ്രധാന അധ്യാപകനെ കേട്ടു തുടങ്ങാം. ഈ പെയിന്റിംഗ് എല്ലാം നമ്മൾ ചെയ്തത് PMC ഫണ്ടായിട്ടാണ്. അതുപോലെ തന്നെ നമ്മൾ സ്പോർട്സിന് ഏകദേശം നമ്മൾ ഒരു 50,000 രൂപയോളം സാധനങ്ങൾ ഇപ്പോൾ വാങ്ങിയിട്ടുണ്ട്. ലാബിലേക്കുള്ള എല്ലാ ആർട്ടിക്കൽസും നമ്മൾ വാങ്ങാൻ പറ്റിയിട്ടുണ്ട്. എക്സിറ്റീവ് ലാബിൽ എന്ന് പറഞ്ഞാൽ അതിൽ ബാക്കപ്പ് ഇല്ലാത്ത ഒരവസ്ഥയിൽ 8 പുതിയ ബാറ്ററികൾ സ്ഥാപിച്ചുകൊണ്ട് ഈ ICT വളരെ സുഗമമായി നമുക്ക് പ്രവർത്തിപ്പിക്കാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ക്ലാസ് റൂമുകളിൽ ഏകദേശം 7 ക്ലാസ് റൂമുകളിലും ഇന്ററാക്റ്റീവ് ബോർഡുകൾ വെച്ച് നഴ്സറി ക്ലാസ്സുകളിൽ ആ കുട്ടികൾ ഇപ്പോൾ പഠനോപകരണങ്ങൾ എന്ന് പറഞ്ഞാൽ കരിയുമായി ബന്ധപ്പെട്ട പഠനോപകരണങ്ങൾ വെച്ചുകൊണ്ട് നന്നായിട്ട് അതിലേക്ക് ശോഭിക്കാൻ സാധിക്കുന്നുണ്ട്. കഴിഞ്ഞ ആനുവൽ ഡേക്ക് ഒരു പൈസ പോലും നമ്മൾ കുട്ടികളിൽ നിന്ന് വാങ്ങിയിട്ടില്ല. ഏകദേശം 1 ലക്ഷം രൂപ ഈ PMC ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്തത്. കുട്ടികൾക്ക് കൊടുക്കുന്ന ടാഗ്, പിന്നെ ബാഡ്ജുകളും ഇതെല്ലാം PMC ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് നമുക്ക്. നേരത്തെ SSA വഴിയാണല്ലോ ഫണ്ട് നമുക്ക് ലഭിച്ചിരുന്നത്. SSA ഫണ്ട് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 3 ലക്ഷത്തിനും 5 ലക്ഷത്തിനും ഇടയിലുള്ള ഒരു ഫണ്ട് മാത്രമേ നമുക്ക് ലഭ്യമായിട്ടുള്ളത്. ഈ ഫണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് 8 മാസം കൊണ്ട് ഏകദേശം 44 ലക്ഷത്തോളം ലഭ്യമായിട്ടുണ്ട്. സിലബസുകളിൽ കാര്യമായ മാറ്റങ്ങൾ എന്തെങ്കിലും വന്നിട്ടുണ്ടോ? ഇതുവരെ ഒരു മാറ്റവും വന്നില്ല. നമ്മൾ ഇപ്പോൾ കഴിഞ്ഞ 2 വർഷമായിട്ട് നമ്മൾ ഫോളോ ചെയ്യുന്നത് മാഹിയിലല്ല, പോണ്ടിച്ചേരി എല്ലാം പോകുന്നത് CBSE സിലബസ് ആണ്. സാധാരണ നടക്കുന്നത് പോലെ തന്നെ ഇപ്പോൾ നടന്നു വരുന്നത്. ഇത് വരുന്നതോടുകൂടി PMCയോടൊപ്പം പ്രധാനമന്ത്രിയുടെ ചിത്രം സ്കൂളിൽ പതിക്കണമെന്നൊക്കെ അങ്ങനെ എന്തെങ്കിലും നിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ടോ? അതിനൊരു ഹെഡ്ജിൽ നമ്മളൊരു 10,000 രൂപ വിലയിരുത്തിയിട്ടുണ്ട് അവിടെ ഒരു സെൽഫി പോയിന്റ് വെക്കാൻ. പക്ഷെ അത് നിർബന്ധിച്ചില്ല. ഇതുവരെ ആരും അത് നിർബന്ധമായിട്ടുള്ള NEP നമ്മൾ ഇവിടെ ഇപ്പോൾ നിലവിൽ വന്നിട്ടില്ല. NEP വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവർ കൂടുതലായിട്ട് വൊക്കേഷണൽ എഡ്യൂക്കേഷൻ വളരെ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. കാരണം ഒരു കുട്ടി ഒരു 10th സ്റ്റാൻഡേർഡ് കഴിഞ്ഞ് പോകുമ്പോൾ ഏതെങ്കിലും ഒരു സ്കില്ല് അവന് സ്വന്തമായിട്ടുണ്ടാവുന്നു. അപ്പോൾ മാഹിയിൽ ഇപ്പോൾ 4 PMC സ്കൂളുകളുണ്ട്. ഇവർക്കൊന്നും ഇതുവരെ യാതൊരു പ്രശ്നമായിട്ട് തോന്നില്ല. മറിച്ച് മുൻപത്തേതിനെക്കാട്ടും കൂടുതലായി സുഖമായും മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കുന്നു.